മിനിസ്റ്റർ കെ രാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ലൈവായിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മിനിസ്റ്റർ. ഞങ്ങൾ കുറച്ച് നേരമായിട്ട് മിനിസ്റ്ററെ രാവിലെ ഒന്ന് തെരഞ്ഞു. കാരണം ഞങ്ങൾ ഇവിടെ മേപ്പാടി ക്യാമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഞാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി 2-3 പേരെ കാണാൻ പോയതാണ്, കുറച്ച് പശുക്കളുടെ കാര്യം ഒന്നിപ്പോൾ സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിറ്റുറാണി മിനിസ്റ്റർ അവരുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചു അട്ടമലയിൽ. അത് പ്രാഥമികമായി പരിഹരിച്ചു. ആ അതെ, പറഞ്ഞോളൂ. രാവിലെ 7 മണി മുതൽ അരുൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്നെ തിരയുന്ന കൂട്ടത്തിൽ, ഞാനിവിടെ ആളുകളെ തിരയുന്ന കൂട്ടത്തിലായതുകൊണ്ട് നേരിട്ട് കൂട്ടിമുട്ടാൻ പറ്റാതെ പോയതാണ്. ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാനിത് ചൂരൽമലയിൽ ഭക്ഷണം എല്ലാവർക്കും ഉറപ്പ് വരുത്തിയിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ കൺട്രോൾ റൂമിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അവർ കോൺടാക്ട് ചെയ്തപ്പോൾ ഇവിടെ ആരെങ്കിലും ലൈവായി കിട്ടാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതുണ്ടോ പ്രത്യേകമായി? ഉണ്ട് മിനിസ്റ്റർ. കാര്യം നമ്മളവിടെ സംസാരിച്ചതില്ല. അവർ പറഞ്ഞു 2 പ്രശ്നങ്ങളാണ്. അത് ഗവൺമെൻറ് തലത്തിൽ എടുക്കേണ്ട ഒരു പോളിസിയാണ്. മിനിസ്റ്റർക്ക് നേരിട്ട് ഉറപ്പ് തരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മന്ത്രിസഭാ ഉപസമിതിക്ക്, അതായത് ഇവരുടെ രേഖകൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. രേഖകളെന്ന് പറയുമ്പോൾ അതിനകത്ത് റവന്യൂ വിഭാഗത്തിൻ്റെ രേഖകളുണ്ട്, സർവകലാശാലയിലെ ചില രേഖകളുണ്ട്. ഇപ്പോൾ സ്കൂളിൻ്റെ കാര്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ആ രേഖകൾ ഉറപ്പാക്കി കൊടുക്കാം. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഇവരിനി ഇതൊക്കെ അപേക്ഷിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ ശരി ഇവർക്കൊരു പ്രയോറിറ്റി കൊടുക്കണം. അതായത് ഇനി ഇവരെ ഓഫീസുകളിൽ ഞങ്ങളെ ഇട്ട് നടത്തരുത് എന്ന് എല്ലാവരും പറഞ്ഞു. ഒരു 10-20 പേരെ ഞാൻ കണ്ടു കേട്ടോ രാവിലെ. അപ്പോൾ അവരുടെ ഒരു ആശങ്ക, അവരുടെ പഞ്ചായത്ത് ഓഫീസിൽ പോകാനാണെങ്കിലും അത് MP രാജേഷാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എങ്കിലും റവന്യൂവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളെയും പകർപ്പുകൾ ഓഫീസിലുണ്ടാവുമല്ലോ. ഇവരുടെ ലിസ്റ്റ് എടുത്തിട്ട് ആ പകർപ്പുകൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് സമയം എടുത്തോട്ടെ, 1-2 ആഴ്ചയാണെങ്കിലും ശരി സമയം കിട്ടുന്ന മുറയ്ക്ക് കൊടുക്കും. ഇവരെ നടത്തിക്കരുതെന്നൊരു അഭിപ്രായം മിനിസ്റ്ററുടെ അടുത്ത് പറയണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് മിനിസ്റ്ററോട് പറയാനാണ് ഞാൻ മിനിസ്റ്ററെ തിരക്കിയത്. അരുണെ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം. പിന്നെ ഇനി ആരോടും ആലോചിക്കേണ്ട കാര്യമില്ല. മന്ത്രിസഭാ ഉപസമിതിയുടെ അംഗം എന്ന നിലയിൽ, സർക്കാരിലെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒരു കാര്യം റിപ്പോർട്ടറിലൂടെ ഉറപ്പ് തരാം. ഇനി അവർക്ക് അങ്ങനെ പല ഓഫീസുകളിൽ അന്വേഷിച്ച് പോകേണ്ട കാര്യം ഉണ്ടാകില്ല. നമുക്കൊരു സിംഗിൾ പോയിന്റിൽ അവർക്ക് നഷ്ടപ്പെട്ട എല്ലാ രേഖകളും കൊടുക്കാൻ ആവശ്യമെങ്കിൽ ഒരു അദാലത്ത് ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സിംഗിൾ പോയിന്റിൽ എല്ലാ രേഖകളും, നഷ്ടപ്പെട്ട എല്ലാ രേഖകളും അവർക്ക് റീകളക്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു സംവിധാനം ജില്ലാ ഭരണകൂടം തന്നെ ഉണ്ടാക്കും. റിപ്പോർട്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയത് നന്നായി. മറ്റെല്ലാ വകുപ്പുകളുമായിട്ടും ഞങ്ങൾ തന്നെ ആലോചിച്ചോളാം. റവന്യൂ മാത്രമല്ല ബാക്കി എല്ലാ വകുപ്പുകളുടെയും നഷ്ടപ്പെട്ട രേഖകൾ സിംഗിൾ പോയിന്റിൽ അവർക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പാടാക്കും. ഈ റിക്കവറി കഴിഞ്ഞാൽ ആദ്യത്തെ നടപടി അതായിരിക്കും. എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി ഇന്ന് റിപ്പോർട്ടറിലൂടെ ഉറപ്പ് നൽകുകയാണ്. നമ്മൾ ഈ മൊബൈൽ ഫോൺ നമ്മുടെ ഈ കാര്യത്തിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മൊബൈൽ ഫോൺ ധാരാളമായ ആളുകളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ തിരിച്ചു കൊടുക്കുക, എക്യുപ്മെൻറ്റ് തിരിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, എക്യുപ്മെൻറ്റ് തിരിച്ചു കൊടുക്കും, എല്ലാവർക്കും പുതിയത് കൊടുക്കും. എന്ന് മാത്രമല്ല അവരുടെ നഷ്ടപ്പെട്ട നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ അവരുടെ തമ്പിലൂടെ ആ നമ്പർ തിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ എല്ലാ ക്യാമ്പുകളിലും പ്രത്യേക സംവിധാനത്തെ അണിനിരത്തിക്കൊണ്ട് നമുക്ക് മൊബൈൽ ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇന്നും നാളെയുമായി ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന പൂർണ്ണമായും ആളുകൾക്ക് മൊബൈൽ സംവിധാനം പുനഃക്രമീകരിച്ച് കൊടുത്ത് അത് പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ നടപടിയും നമ്മൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് കളക്ട്രേറ്റിൽ വെച്ച് അവർ നൽകുന്ന മൊബൈലുകൾ ഞങ്ങളുടെ ഉപസമിതി അംഗങ്ങൾ ഏറ്റുവാങ്ങുന്നത് കഴിഞ്ഞാൽ ഉടനടി എല്ലാ ക്യാമ്പുകളിലും അതിനുവേണ്ടി പ്രത്യേക കൗണ്ടർ തുറന്ന് മൊബൈൽ നഷ്ടപ്പെട്ടവരുടെ മൊബൈലും മൊബൈൽ കണക്ഷനും പുനഃസംഘടിപ്പിച്ച് കൊടുക്കാനുള്ള സംവിധാനം ഇന്നത്തോടു കൂടി ആരംഭിക്കും. ഓക്കെ, രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളതൊരു ബ്രേക്കിംഗ് വാർത്തയ്ക്ക് എന്നതിനും അപ്പുറം എനിക്ക് തോന്നുന്നു നമ്മളുടെ പ്രതിനിധികൾ തന്നെ ഈ വിവരം നേരിട്ട് അവരെ അറിയിക്കും. VS രഞ്ജിത്ത് ഇവിടെയുണ്ട്, ഞങ്ങളുടെ പ്രതിനിധികൾ 4 പേരും ഇവിടെയുണ്ട്. അവർ ഇപ്പോൾ തന്നെ മിനിസ്റ്റർ പറഞ്ഞ കാര്യം അറിയിക്കും. അവർക്കൊരു വലിയ ആശങ്കയാണ്. കാരണം മിനിസ്റ്ററെ ഞാൻ സംസാരിക്കുമ്പോഴേ അവർക്ക് ആധാരം നഷ്ടപ്പെട്ടു പോയി, അവരുടെ കയ്യിൽ പാസ്ബുക്കില്ല, ഒന്നുമില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ ഇട്ട വസ്ത്രമായിട്ട് ഇറങ്ങി വന്നവരാ, ഇപ്പോൾ അവിടെ വീടും ഇല്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പലതരത്തിലുള്ള ഡോക്യുമെൻറ്റുകളും ആവശ്യമുണ്ട്. അപ്പോൾ അദാലത്തൊരു വളരെ നഷ്ടപ്പെട്ടാൽ അതിലൊരു അമ്മ എന്നോട് പറഞ്ഞത്, മോനെ ഞങ്ങളിൽ പലരും കുറേ കാലങ്ങളായിട്ട് പറഞ്ഞോളൂ. അല്ല, ആധാരം നഷ്ടപ്പെട്ടാൽ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് അതെടുക്കാം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടൊരു സിംഗിൾ പോയിൻ്റ് അദാലത്ത്, അത് കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോകേണ്ട, മേപ്പാടിയിൽ സൗകര്യമുള്ളൊരു സ്ഥലത്ത് അങ്ങനെ ഒരു അദാലത്ത് നടത്തി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും അണിനിരത്തി
ഏതൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതെല്ലാം റീകളക്ട് ചെയ്ത് കൊടുക്കും. അതിലൊരു പ്രയാസവും ഉണ്ടാകില്ല. ഓക്കെ. മിനിസ്റ്റർ, വേറൊരു കാര്യം, എനിക്ക് എത്രത്തോളം അത് പ്രായോഗികമാണെന്ന് എനിക്കറിയില്ല. കാര്യം ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറയുമായിരുന്നു, രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒരു പുതിയ സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചു എന്നാണ് ഞാൻ പറയാറ്. ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് തന്നെ നേരിട്ട് അനുഭവപ്പെട്ടൊരു വിമർശനം, ഇന്നലെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്, ഞാൻ അങ്ങനെയാണ് വിളിച്ചത്, പിന്നെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഇടപെട്ടത് പരിഹരിച്ചു. വളരെ പെട്ടെന്ന് അത് പിന്നെ മറ്റ് ചർച്ചകളിലേക്കൊക്കെ പോയി. ആ ചർച്ചകളുടെ സമയമല്ല ഇതെന്ന് എനിക്കറിയാം. ഈ ഭക്ഷണ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വളരെ പെട്ടെന്ന് അതിനകത്തൊരു തീരുമാനം എടുത്തപ്പോൾ അതിനകത്തൊരു വിഡ്രോവൽ സിംറ്റം ഉണ്ടായി. കാര്യം ഈ സന്നദ്ധ പ്രവർത്തകർ വളരെ പെട്ടെന്ന് അതിൽ പിന്മാറുന്നു, വലിയ അനാവശ്യമായ ചർച്ചയിലേക്ക് പോയി. ആകെ ഞാൻ ഇന്നലെ അവിടെ വന്നപ്പോൾ കേട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു. നേരിട്ട് ഞാൻ കാണുകയും ചെയ്തു. കാരണം മുണ്ടകയിൽ പ്രഭാത ഭക്ഷണം എത്തുന്നതിൽ വൈകലും അവർ കാത്തിരുന്നു, ചിലവർക്ക് കിട്ടിയില്ല. ഉദ്യോഗസ്ഥരടക്കം എന്നോട് പറഞ്ഞു, ആർമിക്കാരടക്കം പറഞ്ഞു, അവർ നമുക്ക് ബൈറ്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും അതവിടെ സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ എല്ലാം ട്രാക്കിലായി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മിനിസ്റ്റർ തന്നെ നേരിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പ്രേക്ഷകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇവരിൽ പലരുടെ കയ്യിലും ATM-ഓ പേഴ്സോ ഒന്നുമില്ല ഇവരുടെ കയ്യിൽ. അപ്പോൾ ഇവരിൽ ചില ആർക്കെങ്കിലും പുറത്തുപോയി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാൻ ഇവരുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല ഇവരുടെ കയ്യിൽ. അപ്പോൾ ഇവർ ഇരിക്കുമ്പോൾ അപ്പം ഈ സർക്കാരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അടിയന്തരമായിട്ട് നഷ്ടപരിഹാരമൊക്കെ വലിയ തുക നമുക്ക് കൊടുക്കാം. ടോക്കണായിട്ടൊരു 1000-2000 രൂപ വീതം ഈ സെറ്റിൽ കഴിയുന്നവർക്ക് എത്തിക്കാനൊരു സംവിധാനം ഉണ്ടാക്കാൻ ആലോചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. മിനിസ്റ്റർ, അത് ആലോചിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ആലോചിക്കുമല്ലോ അല്ലേ? അതിന് പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിൽ പോലും. ഉറപ്പായി രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉപസമിതി കൂടിച്ചേരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ കാര്യം ആലോചിച്ച് ഉപസമിതിക്ക് ശേഷം ഞാൻ നിങ്ങളോട് തന്നെ നേരിട്ട് ആ കാര്യം പറയാം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് ആ കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നും ചെറുതായിട്ട് എടുക്കുകയാണ്. ഇപ്പം മൊബൈൽ നഷ്ടപ്പെട്ട ആൾക്ക് പുറത്തു പോയൊരാൾ, ഇപ്പോൾ ഈ ദുരന്തത്തിനിടയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പുറത്തു പോയൊരാൾ, അരുണിൻ്റെ നമ്പറായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവുക. അയാൾക്ക് അരുണിനെ ഒന്ന് വിളിക്കണം. അയാൾക്ക് വിളിക്കാൻ പറ്റും, പക്ഷേ അരുണിൻ്റെ കയ്യിൽ ഫോണില്ല, അരുണിൻ്റെ നമ്പറും ഇല്ല. അപ്പോൾ ആ നമ്പറും ഫോണും റീകളക്ട് ചെയ്യുക എന്ന് പറയുന്ന ആശയം ചോദിച്ചതുപോലെ തന്നെ അരുൺ ഇപ്പോൾ പറഞ്ഞ ഒരു പോക്കറ്റ് മണി വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അക്കാര്യം വളരെ പോസിറ്റീവായി തന്നെ ആലോചിക്കും. പക്ഷേ അതിലൊരു തീരുമാനം എനിക്ക് ഒറ്റയ്ക്ക് പറയാനാകില്ല. ഗവൺമെന്റുമായി കൂടിയാലോചിച്ച നമുക്ക് ആലോചിക്കാം. എനിക്കറിയാം മിനിസ്റ്റർ, ഞാനവിടെ പോയി സംസാരിച്ചപ്പോഴേ അവിടെ അധ്വാനിച്ചൊക്കെ ജീവിച്ച മനുഷ്യരുണ്ടല്ലോ, ആ വീടിന് ഗൃഹനാഥനായിരുന്നു. അപ്പം അവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അവരുടെ കൂടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പം ക്യാമ്പിലാണ്, നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിനകത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ ക്യാമ്പിൽ. പക്ഷേ അവർക്കൊന്ന് പുറത്ത് പോയിട്ടൊരു സാധനം കുട്ടികൾ വാങ്ങുന്നു പറഞ്ഞാൽ ആരുടെ അടുത്ത് ചോദിക്കും? പൈസയാണല്ലോ. 2000 രൂപ മതി. അവർക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും. അതെന്നാണ് അവരും നമ്മളോട് പറഞ്ഞത്. അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രേക്ഷകൻ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയതാണ്. അതൊരു ഉദ്ദേശമായിട്ട്. ഇനി ഒരു കാര്യം കൂടി മിനിസ്റ്റർ, എൻ്റെ ഒപ്പം ഈ ഹിറ്റാച്ചി പ്രവർത്തകരുടെ ഒരു സംഘടനയുടെ ആൾക്കാരുണ്ട്. അവരൊരു ചെറിയ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്, അവിടെ ഈ കളക്ടർ ഒരു അനുമതി കൊടുത്തിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ 2-ാം തീയതി കൊടുത്ത അനുമതിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലൊരു കാര്യം പറഞ്ഞോട്ടെ. ആളുകൾ പുറത്തു പോയിട്ടൊന്നും പേടിക്കണ്ട. അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും, മറ്റേ കാര്യത്തിനെ ഞാൻ നിഷേധിക്കുകയല്ല, പക്ഷെ അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഓരോ ക്യാമ്പുകളിലും ഒരു ചാർജ് ഓഫീസറുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അവിടെ പറയുകയാണെങ്കിൽ അവർക്ക് എന്താവശ്യമാണ്, എന്തു സാധനമാണ് വേണ്ടതെങ്കിലും അത് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ആ വിധത്തിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മറ്റേ കാര്യം ഞങ്ങൾ ആലോചിക്കാം. ഇക്കാര്യത്തിൽ എന്താണ് അവരുടെ ആവശ്യമെങ്കിലും പുറത്തു പോകേണ്ട കാര്യമില്ല. ക്യാമ്പിൽ പറഞ്ഞാൽ അവിടെ തന്നെ എത്താവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. മറ്റേതാരും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. അതായത് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർ കൊടുത്ത ഓർഡറാണ്, 2-ാം തീയതി കൊടുത്ത ഓർഡറാണ്. അപ്പോൾ വൈത്തിരി താലൂക്കിലെ വെള്ളരിമല വില്ലേജിൽ ഉണ്ടക്കി എന്ന സ്ഥലത്തുള്ള ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഹിറ്റാച്ചി ട്രാക്ടർ ഡ്രൈവർമാർക്ക് പകരം ഡ്രൈവർമാരെ ജോലിക്ക് നിയോഗിക്കുന്നതിന് ആ വാഹനത്തിൻ്റെ നമ്പറിന് 6 വ്യക്തികൾക്കും അനുമതി നൽകുന്നൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ ഇന്ന് പോകുമ്പം ഇവർ കാണുന്ന ഉദ്യോഗസ്ഥരല്ല നാളെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഈ ഡേറ്റ് 2-ാം തീയതി ആണല്ലോ എന്ന് പറഞ്ഞ് പുതുതായിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ വാഹനം തടയുന്നു അല്ലേ? അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ അവർ അതുകൊണ്ടൊരു ഫ്രീ മൂവ്മെൻറ്റ് തടസ്സം ഉണ്ടാകുന്നു എന്നൊരു പരാതി ഈ ഹിറ്റാച്ചി ഇവരവിടെ 30-ാം തീയതി മുതൽ പ്രവർത്തനം നടത്തുന്നവരാണ്, ചൂരൽമലയിലുള്ള ആൾക്കാരായിട്ടോ ഇവർ. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് മിനിസ്റ്റർ ഇടപെട്ടൊരു നടപടി ഉണ്ടാക്കുമല്ലോ. ഈ ഓർഡർ വെച്ച് അവർക്ക് പോകാനുള്ള അനുമതി, ഹിറ്റാച്ചി ആണല്ലോ, സ്വാഭാവികമായിട്ടും അവിടെ വേറെ ആവശ്യത്തിന് അവർ പോകാൻ സാധിക്കും. ഒരു തടസ്സവും ഉണ്ടാകില്ല. ആരെങ്കിലും ഒരാൾ
ഞാനിപ്പോൾ ചൂരൽമലയിലെ കൺട്രോൾ റൂമിലുണ്ട്. മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ റൂട്ടിൽ തന്നെ ഉണ്ടാകും. ഉച്ചയ്ക്ക് 1 മണിക്ക് കളക്ടറേറ്റിലുണ്ടാകും. ഇതിനിടയിൽ എപ്പോഴെങ്കിലും എനിക്ക് ആ ഓർഡർ ഒന്ന് കാണിച്ചാൽ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി കളക്ടറെ കൊണ്ട് തന്നെ എത്ര ദിവസത്തേക്ക് തീരും വരെ എന്ന തരത്തിൽ ഒരു ഓർഡർ തന്നെ അവർക്ക് ഇട്ട് കൊടുക്കാം. വേറെ പ്രയാസം ഉണ്ടാകില്ല, പ്രശ്നം ഉണ്ടാകില്ല. അതല്ലെങ്കിൽ അതിനവരെ ബന്ധപ്പെട്ട KRFPയുടെ ഈ ബൈജുവിനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കൺട്രോൾ റൂമിലുണ്ട്. ഞാൻ ബെയിലി പാലത്തിൻ്റെ അവിടേക്ക് പോകുന്നു. ഓക്കെ 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 ഹലോ. ഓക്കെ ഓക്കെ ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഇന്നിപ്പോൾ നമ്മൾ എന്തായിരിക്കും ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ കൂടെ അതും പറഞ്ഞ മിനിസ്റ്റർ ഫ്രീ ആക്കാം. ഇന്നത്തെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കും? ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മളിപ്പോൾ വളരെ നേരത്തെ തന്നെ ഭക്ഷണം ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നതിൽ ഒരു നിശ്ചിതമായ നമ്പർ എടുത്തുകൊണ്ട്, ഇന്നലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുണ്ടായി എന്ന് പറയുന്നൊരു പ്രയാസം ഒരു കാരണവശാലും ബോധപൂർവമായിട്ടുണ്ടായ ഒരു സംഭവമല്ല. അകത്തേക്ക് ആളുകൾ ഇന്നലെ ഞായറാഴ്ച ദിവസത്തിൽ നമ്മുടെ ഒരു കൺട്രോൾ തെറ്റിക്കുന്ന വിധത്തിൽ രാവിലെ ധാരാളമായ ആളുകൾ അകത്തേക്ക് കയറിപ്പോയി. അതിനൊരു കൺട്രോൾ ഉണ്ടാക്കണം. കാരണം ഈ ബെയിലി പാലത്തിനകത്തേക്ക് കയറുന്നവരുടെ നമ്പർ എടുത്തില്ലെങ്കിൽ സൈന്യവും പുറത്തുനിന്ന് വരുന്ന വളണ്ടിയർമാരും എല്ലാം കൂടി ഇങ്ങനെ പൊതുവെ നടക്കുക എന്ന സിറ്റുവേഷനിൽ നിന്ന് വ്യത്യസ്തമായി അവരെ ഒന്ന് കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചത്. അതിന് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. സന്നദ്ധ പ്രവർത്തകർ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ബെയിലി പാലത്തിൽ നിന്ന് പുറത്തുള്ള സ്ഥലത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു തടസ്സവും നമ്മളാരും ഉന്നയിക്കാനും പോകുന്നില്ല. അത് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അകത്തേക്ക് കൊടുക്കുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റി കൂടി നോക്കിയിട്ടുള്ള ഭക്ഷണമാകണമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, രാവിലെ മുതൽ അത് ക്രമീകരിച്ച് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ കൃത്യതയോടുകൂടി അത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് പുറമെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ബറിയിങ് ആണ്. നമ്മളെ വളരെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 160 മനുഷ്യ ശരീര ഭാഗങ്ങൾ അൺക്ലൈമഡായി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുണ്ട്. ഫ്രീസറുകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. 28 അൺക്ലൈമഡായിട്ടുള്ള ബോഡീസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 160 + 28 188. പിന്നെ നമുക്കറിയാവുന്നതുപോലെ ഇതിൻ്റെ സംസ്കാരം ബറിയിങ് മാത്രമേ സാധ്യമാകുള്ളൂ പ്രോട്ടോക്കോൾ അനുസരിച്ച്. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ശരീരഭാഗവും, കിഡ്നി പോലും മാറ്റി വെക്കപ്പെട്ട സംഭവങ്ങളുണ്ട്, ഓരോ ശരീരഭാഗവും DNA ടെസ്റ്റിന് വിധേയമാക്കി അതിൻ്റെ ഫോട്ടോഗ്രാഫുകൾ സൂക്ഷിച്ച് ഓരോ DNA ടെസ്റ്റിൻ്റെയും നമ്പറും വിശദാംശങ്ങളും അവരുടെ ശരീരത്തിൽ തന്നെ ചേർത്ത് ഓരോ ചെറിയ പാർട്സും, കൈപ്പത്തിയാണെങ്കിൽ പോലും ഓരോ ചെറിയ പാർട്സും വെവ്വേറെ പെട്ടികളാക്കി അത് സീൽ ചെയ്ത് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളോടും കൂടി ഇന്ന് നമ്മൾ പുത്തുമല ഭാഗത്ത് ഹിന്ദുസ്ഥാൻ മലയാളം മറ്റേ HML ഭാഗത്ത് നിന്ന് ഏറ്റെടുത്തിട്ടുള്ള HML സർക്കാരും തമ്മിൽ തർക്കമുള്ള ഭൂമി DDMA ആക്ട് പ്രകാരം ഏറ്റെടുത്തിട്ടുള്ള 64 സെൻറ്റ് സ്ഥലത്ത് സംസ്കരിക്കുക. അത് ഇന്നത്തെ ഒരു വലിയ ടാർഗറ്റാണ്. കാരണം ഇത്രയേറെ കുഴികളെടുക്കണം, 188 കുഴികളെടുക്കണം. 188 പാർട്സും അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേക വാഹനങ്ങളിൽ കൊണ്ടുപോകണം. ഓരോ സെറ്റിലും 30 മാക്സിമം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിൽ സർവ്വമത പ്രാർത്ഥന നടത്തണം. ഓരോ കുഴികളിലും കൊണ്ടെത്തിക്കണം. അവിടെ അതിൻ്റെ സംസ്കാരം നടത്തണം. അതൊരു ലോങ്ങായിട്ടുള്ള പ്രോസസ്സാണ്. വലിയ സംഘടനാ പ്രവർത്തനം വരുന്ന കാര്യമാണ്. 100 കണക്കിന് ജീവനക്കാരെ അക്കാര്യത്തിൽ വിനിയോഗിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യസ്നേഹികളായിട്ടുള്ള PP കിറ്റ് ഇട്ടും കുഴിയിലിറങ്ങാനും ഒരു മടിയുമില്ലാത്ത സന്നദ്ധ പ്രവർത്തകരുടെ സേവനം കൂടി ആവശ്യമുണ്ട്. ആ പ്രവർത്തനത്തിൽ ഇന്ന് പൂർണ്ണമായിട്ടും നമ്മുടെ സംവിധാനങ്ങൾ കേന്ദ്രീകരിക്കുകയാണ്. അതോടൊപ്പം ഡൗൺ സ്ട്രീമിലേക്കൊന്ന് കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സിസ്റ്റം ആരംഭിച്ചത് തന്നെ 6 മേഖലകളായിട്ടാണ്. അപ്പോൾ മുകളിൽ നിന്ന് പുഞ്ചിരിമറ്റത്ത് നിന്ന് ആരംഭിച്ച് താഴത്തോട്ട് വന്ന ഈ ഉരുൾപൊട്ടലിൻ്റെ ഓരോ മേഖലയും കടന്നു പോവുകയാണ്. ഇപ്പോൾ ഡൗൺ സ്ട്രീമിൽ ഇന്ന് കുറച്ചുകൂടി കേന്ദ്രീകരിക്കാനുള്ള ലക്ഷ്യമാണ് നമ്മളിടുന്നത്. ഇന്ന് 4 കഡാവർ ഡോഗ്സ് കൂടി പ്രത്യേകമായി ആർമിയുടെ സൂററ്റിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ 11 4 15 കഡാവർ ഡോഗ്സിനെ ഇന്ന് പ്രയോജനപ്പെടുത്തും. കേണൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള റഡാർ സംവിധാനം 2 പോയിൻറ്റുകൾ ഇന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു 10 15 പോയിൻ്റായിട്ട് രാവിലെ വർദ്ധിക്കും. ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ കേന്ദ്രങ്ങൾ മാർക്ക് ചെയ്യും. മൂന്നാമത്തെ കാര്യം, അവസാനത്തെ ആളെ കൂടി കണ്ടെത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ആളുകൾ, അതായത് മിസ്സിംഗ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ എണ്ണത്തെ ഒന്ന് ക്രമീകരിക്കുക എന്ന ലക്ഷ്യം കൂടി ഇന്ന് നിറവേറ്റും. ഈ കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ ലക്ഷ്യമായിട്ട് മുമ്പിൽ ഉള്ളത്. ഓക്കെ.
ഓക്കെ മിനിസ്റ്റർ, ഞാൻ ഒരു കാര്യം കൂടി മിനിസ്റ്ററോട് ചോദിക്കുന്നത്, ഞാൻ പേഴ്സണലായിട്ടാണ് ഇവർ നമ്മൾ ഈ ദുരന്തമുഖത്ത് നിന്നപ്പോൾ ഇപ്പോൾ ഇന്നലെ ഈ സർവ്വമത പ്രാർത്ഥനയോടുകൂടി 8 പേരുടെ മൃതദേഹമാണ് സംസ്കരിച്ചത്. ഇന്നിപ്പോൾ 178ഓളം ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നു. ഇവർ നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല. മിനിസ്റ്റർ എന്ന നിലയ്ക്ക് അപ്പുറമുള്ളൊരു കെ രാജനെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലോ ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് കാണുമ്പോൾ. ഞാൻ ദുരന്തത്തെക്കുറിച്ചല്ല, ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ കെ രാജന് തോന്നിയൊരു അനുഭവം എന്തായിരിക്കും? എല്ലാ മതത്തിൻ്റെയും നമുക്കറിയാത്ത ബോഡികളാണ്, പല മതങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നവരുണ്ടാകും. ഇനിയും അവരുടെ ബന്ധുക്കൾക്ക് പോലും കിട്ടാനും സാധ്യതയില്ലല്ലോ ഇവരെ, അവർ തിരിച്ചറിയാത്ത ബോഡിയാണ്. അതെങ്ങനെയാണ് മിനിസ്റ്റർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഐ മീൻ കെ രാജൻ, നോട്ട് മിനിസ്റ്റർ. സത്യത്തിൽ അരുൺ, നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റോബോട്ടായാലോ എന്ന് ചിലപ്പോൾ തോന്നും മനസ്സിൽ. കാരണം കണ്ണേ മടങ്ങുക എന്ന് കാണുന്ന വിധത്തിൽ ഇത് കേട്ടും കണ്ടും വല്ലാത്തൊരു വികാരത്തിലാവുകയാണ്. പക്ഷേ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളമായിട്ട് കണ്ടിട്ടുള്ള കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന കുപ്പായത്തിൽ മാത്രം നിൽക്കാൻ കെ രാജൻ എന്ന മനുഷ്യനോട് ഞാൻ തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകും സിറ്റുവേഷൻസ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ ദൗത്യ സംഘത്തിൽ അല്ലെങ്കിൽ ഈ പ്രത്യേക മന്ത്രിതല ഉപസമിതിയുടെ ഭാഗമായി കരളുറപ്പോടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്യാനുള്ളൂ. നമുക്ക് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ അങ്ങ് മുഖം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചാൽ സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് ഓരോ. അപ്പോൾ ഇന്നലെ തന്നെ അരുൺ, പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല, നമുക്ക് വല്ലാതെ നിർബന്ധമായും മാറ്റേണ്ട 8 ബോഡികളുടെ കൂട്ടത്തിൽ 9ാമത്തെ ബോഡി കൂടി വന്നു. 9 എണ്ണം നമുക്ക് ഡീകമ്പോസ്ഡായി എന്ന് ഉറപ്പുവരുത്തുന്ന ബോഡികൾ മാറ്റാൻ നിൽക്കുമ്പോൾ അവസാന ഘട്ടത്തിലൊരു ബോഡി തിരിച്ചറിഞ്ഞു. അതൊരു വല്ലാത്ത. ബോഡികൾ ആദ്യം തീരുമാനിച്ചു, പെട്ടെന്ന് DMOൻ്റെ മെസ്സേജ് വരുന്നു, ഒരു ബോഡി കൂടി ഡീകമ്പോസ്ഡാണ്, കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നു. 9 ബോഡികൾ ഒരുമിച്ച് സംസ്കരിക്കാമെന്ന് തീരുമാനിക്കുന്നു. അരമണിക്കൂറിനിടയിൽ ഒരു ബോഡി തിരിച്ചറിയുന്നു. ആ ബോഡി പിന്നെ മാറ്റി 8 എണ്ണമാണ് ഡീകമ്പോസ് ചെയ്ത ബോഡികളായിട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കുക വല്ലാത്ത പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ അഭിസംബോധന ചെയ്യാല്ലാതെ മറ്റൊരു വഴിയില്ല. 24 മണിക്കൂർ ഒപ്പം നിൽക്കുക, ഇതിൽ കേന്ദ്രീകരിക്കുക. ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ നമ്മളൊരു വലിയ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മലയാളം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിച്ചും ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെയും നടത്തുന്ന ഒരു വലിയ ദൗത്യം എന്ന നിലയിൽ അതിൻ്റെ ഭാഗമാകുക, അത്രയേ പറ്റുള്ളൂ. ഓരോ സീനുകളും എനിക്ക് തോന്നുന്നു അരുണുമായിട്ട് നമ്മൾ ഇരുന്നത് പോലെ നേരിട്ട് ഈ വലിയ പ്രയാസം കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷോയിൽ ഇരുന്നാൽ കുറേ കാര്യങ്ങളങ്ങ് തുറന്ന് പറയാൻ വേണ്ടി കഴിയും. വലിയ അനുഭവങ്ങളാണ്, വലിയ കരൾ പിളർക്കുന്ന അനുഭവങ്ങളാണ് ഇതിനിടയിൽ. നമുക്ക് മിനിസ്റ്റർ നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് ഒടുങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ മുണ്ടക്കയിലൊന്ന് പോകണം. അവിടെ നൂറുദ്ദീനും അബ്ദുൾ റസാഖും ജിതിനെയും, അപ്പം ഈ വിവരങ്ങളിലൂടെ മിനിസ്റ്റർക്കൊക്കെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ. അലവിച്ചേട്ടൻ, ഇന്നലെ കണ്ട ബീഫ് വിൽക്കുന്ന അലവിച്ചേട്ടൻ. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് നേരിട്ടൊന്ന് കാണും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങും മുഹമ്മദ് റിയാസ് നമുക്കെല്ലാം കൂടി അവിടേക്കൊന്ന് പോകണം. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് സംസാരിക്കണം. ഇതൊക്കെ തുറന്നു പറയണമല്ലോ. നമുക്ക് പ്രേക്ഷകരുമായിട്ടോ ആൾക്കാരുമായിട്ടോ ഒന്നും മറച്ചു വയ്ക്കാനില്ലാത്ത മനുഷ്യരാണ്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ആ കുപ്പായത്തിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അതെ ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ. താങ്ക് യു. മിനിസ്റ്ററാണ് നമുക്കൊപ്പം ചേർന്നത്. മിനിസ്റ്റർ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, അത് വല്ലാതെ ചങ്കിക്കുള്ളതൊരു വാചകമാണ്. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ അനുഭവിച്ച പല വികാരങ്ങളും നമ്മൾ മൂടി വെച്ചു. പറഞ്ഞോ മിനിസ്റ്റർ ഉണ്ടോ? കറക്റ്റാ. ഞാൻ പറഞ്ഞത് ലോകം കണ്ട മലയാളത്തിൻ്റെ ഒരു മാതൃക നമ്മൾ ചങ്കുറപ്പോടെ തരണം ചെയ്യുമ്പോൾ, ഈ ചങ്കുറപ്പോടെ തരണം ചെയ്യുന്ന കവചങ്ങളുടെ പിറകിൽ രക്തബന്ധങ്ങളും മനുഷ്യ ബന്ധങ്ങളുമൊക്കെ എപ്പോഴും കണ്ണീരും തൊണ്ടയിടറുന്ന അനുഭവങ്ങളുമൊക്കെയുള്ള മനുഷ്യർ ഈ കവചങ്ങളുടെ പിന്നിൽ നിലയുറപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അടക്കി വെച്ചുകൊണ്ടാണ് പലതും സൂക്ഷിക്കുന്നത്.
അത് വിട്ടുപോകാതിരിക്കാൻ നല്ലതുപോലെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും പറയണം, എവിടെയെങ്കിലും പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. ഇത് സൂക്ഷിച്ച് ജീവിതം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എവിടെയെങ്കിലും നമുക്കിത് സംസ്കരിക്കണം. കോടികൾ മാത്രമല്ല, നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളും ഇതിനിടയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങളും നമുക്ക് എവിടെയെങ്കിലും ഇതെല്ലാം സംസ്കരിക്കാൻ കഴിയും. പക്ഷെ ഇപ്പം മലയാളത്തിന് വേണ്ടി നമ്മൾ ഒറ്റ മനസ്സായി ഇതെല്ലാം 3.5 കോടി മലയാളിയുടെ വികാരമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പിറകിൽ. നമ്മളൊറ്റയ്ക്കല്ല, നമ്മൾ ഒരു മനുഷ്യനാണ്. റവന്യൂ വകുപ്പ് മന്ത്രി ഒരു മനുഷ്യനാണ്, മുഖ്യമന്ത്രി ഒരു മനുഷ്യനാണ്, അരുണൊരു മനുഷ്യനാണ്. ഇതൊക്കെയാണെങ്കിലും 3.5 കോടി മലയാളിയുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ, സ്പന്ദനങ്ങൾ, അവരുടെ വികാരങ്ങൾ, അവരുയർത്തിപ്പിടിക്കുന്ന ഞാനിപ്പോൾ ഓരോ ദിവസവും നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടാൽ പ്രയാസപ്പെടും. മുലയൂട്ടേണ്ടവരുണ്ടെങ്കിൽ അതിനു പോലും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് വികാരം പ്രകടിപ്പിക്കുന്ന അമ്മമാരുൾപ്പെടെയുള്ളതാണ് മലയാളം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതാണ് മലയാളിയുടെ കരുത്തും ബന്ധവും. അവിടെ നമുക്ക് ഓരോ ചെറിയ കാര്യത്തിനും തർക്കിക്കാനില്ല, നമുക്കൊരു കാര്യത്തിനും തർക്കിക്കാനില്ല. നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഏത് വിഷയമുണ്ടെങ്കിലും നമുക്കതിനെ മറികടക്കാൻ കഴിയുന്നതാണ് നമ്മുടെ അമ്മമാർ നൽകുന്ന. കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, മുല കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുകയും നമ്മളെ പിന്നെ ഉറപ്പിച്ച് ആശ്രയിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് അമ്മമാരുടെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ മിനിസ്റ്റർ, കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഈ പറഞ്ഞതുപോലെ നമ്മുടെ വൈകാരികമായിട്ടുള്ളൊരു തലമുണ്ടല്ലോ, നമ്മൾ ഇത് അനുഭവിച്ചു വന്നൊരു മനസ്സിൻ്റെ തലം, അതിനെ നമ്മൾ ഒന്ന് സംസ്കരിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്നിരിക്കാം ഈ മനുഷ്യരൊക്കെ ആയിട്ട്. താങ്ക് യു. അന്ന് ഈ പരിഭവങ്ങളും മറ്റ് കാര്യങ്ങളൊന്നുമില്ലാതെ തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു സംഭാഷണത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഇതൊക്കെ കടന്നുപോയ മനുഷ്യരുമായിട്ട് ചേർത്ത് പിടിച്ച് നമുക്ക് നിർത്താൻ പറ്റണം.